മുനവർ തന്നെയാണത്. പുതിയ വണ്ടി എടുത്തു. അവൻ പുതിയ വണ്ടി എടുത്ത് വെച്ച് കണ്ടില്ലേ? പറഞ്ഞില്ലല്ലോ. അന്നെ കാണാനിട്ടോ പോയി. എടാ ഇതേതാ വണ്ടി? അദ്ദേഹം ഒന്ന് എടുത്താടാ, ചൂടുവിലക്കൊന്ന് കിട്ടിയപ്പോഴേ. ഇപ്പത്തെ കാലത്ത് വണ്ടി ആവശ്യടാ, അത്യാവശ്യമാണ്. അതുകൊണ്ടൊന്നും എടുത്താ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളോടൊന്നും പറയണില്ലേ? ഒരു പുതിയ വണ്ടി എടുത്തിട്ട് ഇതിനോട് പറഞ്ഞില്ലല്ലോ. ആയിക്കോട്ടെ. എവിടെ ഇത്ര നേരം? എടാ ഞാനേ എന്റെ വീടിന്റെ പണി ഉണ്ടടാ. ഞാൻ പറഞ്ഞില്ല, ആ മേലക്ക് റൂം എടുക്കാനുള്ളത്. എന്റെ തിരക്കിലേ അവിടെ പണിക്കാരൊക്കെ ഉണ്ടേ. അങ്ങനെ എനിക്ക് പെരപ്പണിയൊക്കെ ഉണ്ടല്ലേ? പെരപ്പണി തുടങ്ങി അതിന്റെ ഇടയില്? ഇവ പഴയ പോലെ നമ്മളോട് ഒരു കാര്യം പറയണില്ല കേട്ടോ. അത്തേ ഞാൻ അറിഞ്ഞ എന്റെ പിരാക്കെ പറ്റും വിചാരിച്ചിട്ടാ അജിനോട് പറയാത്തേ. ആയിക്കോട്ടെ. എടാ അതല്ലടാ, ഞാൻ എനിക്ക് കുറി കിട്ടീനി. ആ കുറി കിട്ടിയ പൈസ കൊണ്ട് ഇങ്ങനെ പെരപ്പണി എടുത്താണ്. എനക്ക് കുറി അടിച്ച അതിന്റെ ഇടയില്? ഇജ്ജ് എത്ത ചങ്ങായി ഇപ്പൊ ഒരു കാര്യം എന്നോട് പറയാത്തേ? ഓ ചിലവരൻ്റെ പേരും വിചാരിച്ചിട്ടേക്കാരല്ലേ? ആയിക്കോട്ടെ. ഇനി ജിന്നോട് ഒരു കാര്യം പറയരുത് കേട്ടോ. ഇജാന്റെ ഒരു പ്ലാനിങ് ജിന്നോട് പറഞ്ഞിട്ട് ചെല്ലോ. നീ ജിന്നോട് മുണ്ടണ്ട, ഇജ്ജ് പോയിക്കോ. ലഡു ഇതെന്താ വിശേഷം? ഒന്നുമില്ലടാ, വൈഫ് പ്രഗ്നന്റ് ആയി. അപ്പൊ അതിന്റെ ചെറിയൊരു മധുരം നിറ. വൈഫ് പ്രഗ്നന്റ് ആയി അതിന്റെ അടുക്ക്? അത് ജിന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാവുമ്പോ എന്നോട് പറഞ്ഞൂടെ? ചങ്ങായി ഈ ചങ്ങായി ഒരു പ്ലാനിങ് ഇപ്പൊ എന്നോട് പറയണില്ല. ഓന്റെ വൈഫ് പ്രഗ്നന്റ് ആയി എന്നിട്ട് ഇപ്പോഴും എന്നോട് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ജാതി എന്നോട് പറയണ്ടേ? ഇതൊക്കെ ആയതിനു എന്നോട് പറയണേ. നമ്മളൊന്നുമില്ലെങ്കിൽ ഒപ്പം നടക്കുന്ന ചങ്ങായിമാരല്ലേ? ഇപ്പൊ ഒരു കാര്യം എന്നോട് പറയാതെ അതിനത്. ആയിക്കോട്ടെ. എടാ അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പൊ എന്തിനാ എന്നോട് പറയേണ്ട ആവശ്യമോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി ഞാനും ഇജ്ജായിട്ടൊരു ബന്ധമില്ലടാ. ഇജ്ജ് കണ്ടടാ, അടുത്ത ഞായറാഴ്ച ഞാൻ ഊട്ടിക്ക് ടൂർ പോകുന്നുണ്ട്. എന്നോട് പറയില്ല.